ഇന്ന് നമ്മൾ വിഷുവിന് വീട്ടിൽ പോവാണ് കേട്ടോ. അപ്പോൾ ഏട്ടനെ രാവിലെ പറഞ്ഞയച്ചിട്ട് വേഗം ടപ്പട്ടപ്പഴേന്ന് പണികൾ തീർക്കണം. അതിൻ്റെ ഇടയിലാണ് ഞാൻ ഗേറ്റ് അടയ്ക്കാൻ മറന്നത് ഓർത്തത് കേട്ടോ. ഒന്നും ഉണ്ടായിട്ടല്ല, ഈ ഗേറ്റ് നേരെ പോയിട്ട് റോഡിൻ്റെ ഫ്രണ്ടിലോട്ടാണ് പോകുക. അപ്പോൾ എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാവാതിരിക്കുന്നതിന് എപ്പോഴും നല്ലത് ഗേറ്റ് പൂട്ടിയിടല്ലേ എന്ന് എഴുതിയിട്ട് ഞാൻ ഗേറ്റൊക്കെ അടച്ചിട്ട് തിരിച്ച് വരുമ്പോഴാണ് അവിടെ കൈതച്ചക്കയ്ക്ക് മരുന്നടിക്കുന്നത് കണ്ടത്. ഞാൻ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് കുറച്ച് നേരം നോക്കിന്ന്, പിന്നെ മെല്ലെ മെല്ലെ ഓരോരോ പണികൾ ടപ്പട്ടപ്പേന്ന് തീർത്തതിന് ശേഷം ഞാനും കൂടി കുളിച്ച് മാറ്റി. ഇനി നമ്മൾ ബാഗിലേക്ക് ഓരോന്നും കുത്തി നിറയ്ക്കുന്ന പരിപാടികളാണ് കേട്ടോ. മാക്സിമം കൊള്ളുന്നത്ര നിറയ്ക്കും. ഒരാഴ്ചയേ ഉള്ളൂ എന്നുണ്ടെന്നുണ്ടെങ്കിലും അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈ ഇവിടെയുള്ള ഡ്രസ്സ് തന്നെയാണ് അങ്ങോട്ട് കൊണ്ടുപോകുക. അവിടെ സ്ഥിരമായിട്ട് അങ്ങനെ വെക്കാറില്ല, വല്ലപ്പോഴും അല്ലേ പോകുന്നത്, പിന്നെ അവിടെ വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ പോകുന്നത് തങ്കമണി ആൻറ്റിയുടെ അടുത്ത് പോകാമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഇതാ നമ്മുടെ തൊട്ട അയൽവാസികൾ, 2 അയൽവാസികളുണ്ട് കേട്ടോ. ഒരു റോസ്ലി ആൻറ്റി പിറകിലാണുള്ളത്, അവരോട് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ തങ്കമണി ആൻറ്റീനോടും പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വാതിലൊക്കെ പൂട്ടിയിട്ട് കുറേ ദൂരം ഞാൻ നിന്നിട്ട് അങ്കമാലി വരെ ഞാൻ നിന്ന് കോതമംഗലത്ത് നിന്ന്. ആ സമയത്തുള്ള പട്ടി ഷോയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്, കണ്ടോ. ഓളം മടി വെച്ചിരിക്കുന്നതിനെക്കാട്ട് നല്ല ഓളം ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. അങ്ങനെ നമ്മൾ തൃശ്ശൂർ എത്തിയിട്ടുണ്ട്. തൃശ്ശൂർ മുഴുവൻ ഇപ്പോൾ ഇടിച്ച് പൊളിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ ബസ് സ്റ്റാൻഡ്. പിന്നെ ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സ്നാക്സും സാധനങ്ങളൊക്കെ വാങ്ങി പിടിക്കും. കാരണം അവിടെ വരെ എത്തണ്ടേ, ഒരു 3-4 മണിക്കൂർ ഉണ്ടല്ലോ എന്ന് എഴുതിയിട്ട്. അതന്നെ ബസ്സിൽ തിരക്കില്ല, അങ്ങനെ കംഫർട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ കഴിക്കുകയും ചെയ്യും കേട്ടോ. പക്ഷേ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ പിള്ളേർക്ക് വിശന്നുകൊണ്ട് ഞാൻ അവരോട് കഴിച്ചോളാൻ പറഞ്ഞു, അവർ കഴിച്ചു. അങ്ങനെ നമ്മൾ രാത്രി ആയതോട് കൂടിയിട്ട് ഏകദേശം എടപ്പാൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രാത്രി ആയതോടുകൂടി കോഴിക്കോട്ടേക്കുള്ള പ്ലാൻ മാറ്റി മലപ്പുറത്തേക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അനിയൻ എടപ്പാളേക്ക് വിളിക്കാൻ വന്നിരുന്നു. അപ്പോൾ അവൻ പുതിയ വണ്ടി എടുത്തത് കൊണ്ട് അവൻ്റെ വണ്ടിയിൽ മീൻ വെക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ ഹനുമാൻ ഗത പിടിച്ച പോലെ നിൽക്കുകയാണ് ഗേസ്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി.